ഹായ് ഗായ്സ്, ഇന്ന് ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. നേരം പരപരാ വെളുക്കുമ്പോൾ തന്നെ ഇവരെങ്ങട്ടാ പോകണമെന്ന് വിചാരിക്കേണ്ട, ചെറിയൊരു മൈസൂർ ട്രിപ്പാണ്. മോനും ഫീനോ ഒക്കെ നല്ല ഉറക്കാണ് കേട്ടോ. ഫീനോ ഒക്കെ എണീറ്റുണ്ടെങ്കിൽ ഇപ്പൊ ജലജ ബേക്കറി കുത്തി തുറന്ന് ബട്ടർ ബെന്നൊക്കെ എടുത്തിട്ടുണ്ടാവും. പിന്നെ മുത്തങ്ങ ബോർഡർ എത്തിയപ്പോൾ രണ്ടാളും എണീറ്റിട്ടോ. രാവിലെ 6 മണിക്ക് ബോർഡർ തുറക്കുമ്പോൾ തന്നെ ഈ ഒരു റൂട്ടിലൂടെ ഉള്ള ഒരു യാത്ര അതൊരു പ്രത്യേക വൈബാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആനനെയും മാനിനൊക്കെ കാണാം കേട്ടോ. അങ്ങനെ മൈസൂർ എത്തിയപ്പോൾ തന്നെ നമ്മളെ കേരള രജിസ്ട്രേഷൻ വണ്ടി കണ്ടോണ്ടായിരിക്കും ഒരുപാട് ആൾക്കാർ ഗൈഡ് വേണം, റൂം വേണം എന്ന് വെച്ചിട്ട് നമ്മളെ ബാക്കിൽ വരാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ റൂം എടുത്തിട്ട് പല പ്രശ്നങ്ങളും അനുഭവങ്ങൾ കേട്ടോണ്ട് തന്നെ ഫാമിലിയും കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു റിസ്ക് എടുക്കാൻ നിന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കെയർ ഓഫിൽ ഇവിടെ മൈസൂർ മലയാളീസ് എടുത്തുന്ന ഒരു റൂം സെറ്റാക്കി. വൈഫും മോനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സേഫ്റ്റിക്കാണല്ലോ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. എന്തായാലും ഞങ്ങൾക്ക് കുറെ റൂംസ് ഒക്കെ ഇവർ തുറന്ന് കാണിച്ചു തന്നു. ഇവിടുത്തെ ഏകദേശം എല്ലാ കാറ്റഗറിയുള്ള റൂംസും ഉണ്ട് കേട്ടോ. നല്ല പ്രീമിയം കാറ്റഗറി വേണമെങ്കിൽ അങ്ങനെ, അതല്ല നമുക്ക് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാനാണെങ്കിൽ അങ്ങനെ AC, നോൺ AC അങ്ങനെ എല്ലാ ടൈപ്സ് റൂംസും ഉണ്ട്. പിന്നെ നമ്മളെ വണ്ടിയൊക്കെ നല്ല സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാൻ ഒരുപാട് വണ്ടികൾക്ക് ഒരേ സമയം നിർത്താൻ പറ്റിയ നല്ല അടിപൊളി പാർക്കിംഗ് സ്പേസും ഉണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ സൂ ആണെങ്കിലും പാലസ് ആണെങ്കിലും ഒക്കെ ഇവിടുന്ന് വെറും 2 കിലോമീറ്ററിനുള്ളിൽ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ നിങ്ങൾ മൈസൂരൊക്കെ വരാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ നല്ല സേഫ് ആയിട്ട് താമസിക്കാം. നമ്മളെ മലയാളീസായ ഷാനിർക്കി ഫാമിലി നടത്തുന്ന റൂംസിന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. കൂടാതെ വെക്കേഷനിലൊക്കെ മൈസൂർ പോകാൻ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.